സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡേ 2. അപ്പോൾ നമ്മുടെ മുംബൈ ഇവൻറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. സോ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ജസ്റ്റ് കറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാനുണ്ടോ. അപ്പോൾ നമ്മുടെ അപ്സറും സർഫും റിസപ്ഷനിലുണ്ട്, അവിടെ കുറച്ച് പരിപാടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ റൂം ഇതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റൂം ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. പുറത്ത് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ മുംബൈയും കാര്യങ്ങളൊക്കെ. മുംബൈയിൽ മുമ്പൊക്കെ വന്നിട്ടുണ്ട് 2-3 വട്ടം. അപ്പോൾ നമ്മുടെ പിള്ളേരായിട്ട് ആദ്യമായിട്ടാണ്. ഓക്കെ, സർഫു ആൻഡ് അബ്സർ. അപ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ മുംബൈ നഗരങ്ങളിലേക്ക് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. 2ാം ദിനം. നോ ബീഫ്. മുംബൈ ആണ് ഗൈസ്, മുംബൈ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികം. നമ്മുടെ അതുപോലെ പ്രൈവസി ഒന്നുമില്ല നമുക്ക്. ഫുഡ് എവിടെ നിന്ന് കഴിക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. ഓക്കെ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്, പക്ഷേ അവിടെ നോ ബീഫ് എന്നൊക്കെയാണ് പറയുന്നത്. നോക്കി നോക്കാം, കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം നമുക്ക് ഗൈസ്. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട് പറഞ്ഞു. ഓക്കെ, വിൻഡോ സിറ്റി വ്യൂ എന്നാണ് പറഞ്ഞു. പക്ഷേ സിറ്റി വ്യൂക്ക് നോക്കണ സ്ഥലം അതാണ്, ആ കാണുന്ന ജനല ആ അറ്റത്തെ. അബ്സർ ഭായ്, റൂഫ് ടോപ്പാണ്. സിറ്റി വ്യൂ, ഹൈ സ്പീഡ് വൈഫൈ, പിന്നെ എന്താ പറയുന്നത് സ്പേഷ്യസ് റൂം. ഞാൻ കിടക്കുള്ള റൂമിൽ കോമഡി ആയിട്ട് ഫുള്ള് കോമഡി. ആ റൂമിന്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ നോക്കി ഇപ്പുറത്ത് നമ്മളൊക്കെ ചേരിയിലാണ്. ഫുള്ള് കോമഡി ആയി, ഫുള്ള് പറഞ്ഞ ഫുള്ള്. സംഭവം പുറത്ത് വെക്കുമ്പോൾ ഒരു ലോക്കൽ ഏരിയ, ഉള്ളിൽ പക്ഷേ കുഴപ്പമില്ലാത്ത വെച്ചപ്പുണ്ട് കേട്ടോ. നമ്മൾ അവസാനം ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫേമസ് ബിരിയാണി വാലയ്ക്കാണ് നമ്മൾ പോണത്. അഫ്സർ ഭായ് ഇതാ സൈഡ് ചെരിയുമ്പോൾ അയ്യോ ബാലൻസ് ചെയ്യണം ഈ സൈഡ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കി നോക്കാം ബിരിയാണി വാലത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഭായി ഉണ്ട്, ഭായിയുടെ പേര് പവൻ ദുബെ. ഓക്കെ, ശിവൻ ദുബെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ പവൻ ദുബെ. പൈസ നമ്മൾ ഫൈനലി നമ്മളുടെ ഫേമസ് ബിരിയാണി വാലയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് കാണിക്കണത് ഫേമസ് ബിരിയാണി വാല. ഓക്കെ, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫേമസ് ബിരിയാണി വാല. അവിടെ എത്തിയിട്ട് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഫേമസ് ബിരിയാണി വാല എന്നാണ് പുറത്ത് വെച്ചപ്പോൾ പറയണത്. കണ്ടോ, ഈ വഴിയിലൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങോട്ട് ഇത് കൂടെ പോയിട്ടാണ് ബിരിയാണിയുടെ കട എന്ന് പറയുന്നത്. പോയി നോക്കിയോട്ടോ ഒന്ന് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. സോ താജും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, താജ് ഹോട്ടലൊക്കെ ഇല്ലേ. സോ ഇതാണ് നമ്മുടെ മുംബൈ താജ് ഹോട്ടൽ. ഇപ്പം എൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഇതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അവിടെ എത്തിയിട്ട് സംഭവങ്ങളൊക്കെ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ താജ് ഹോട്ടൽ ഇതാ റൈറ്റിലുണ്ട്, ഇന്ത്യ ഗേറ്റ് ലെഫ്റ്റിൽ താജ് ഹോട്ടൽ, ഇന്ത്യ ഗേറ്റ്. അപ്പോൾ രണ്ടിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഓക്കെ പൈസ. അപ്പോൾ നമ്മൾ എലിഫൻറ്റ് ഫോർട്ട് ഉണ്ട്, അങ്ങോട്ട് വരുന്ന പ്ലാൻ. പക്ഷേ അത് അടച്ചു, 3 മണിക്ക് അടയ്ക്കുമെന്ന് പറയണത്. അവിടെ പിന്നെ ബോട്ട് സവാരിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നൈസായിട്ട് നടക്കാൻ കേട്ടോ. നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ എലിഫൻറ്റിൻ്റെ അത് നോക്കാൻ പോകണം. എലിഫൻറ്റ് ഫോട്ടോ തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല ഇറച്ചി. അപ്പോൾ ടിക്കറ്റ് എടുത്തോണ്ട് പോവുക. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ പോകാൻ പോവാണ്, ബോട്ടിൽ കയറാൻ പോവാണ്. പക്ഷെ എന്താവുന്നാവോ, ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് പോണത് ഗൈസ്. അപ്പോൾ ഈ റൈഡ് ഒരാൾക്ക് 290 കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേര് കൂടിയിട്ട് 870 ആയത്. പക്ഷേ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് 900 കൊടുത്താൾക്ക്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. ഇനി ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരാൾ 300 കൊടുത്തിട്ടുണ്ട്, ഒരാൾ 300 വെച്ചിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അബ്സർ ഭായും സർഫ് ഭായും കൂടെ ഉണ്ട്. ഫുള്ള് തിരക്കാട്ടോ, നല്ല തിരക്കുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. ഓക്കെ, എല്ലാ ഫാമിലിയായിട്ടൊക്കെ കറങ്ങാൻ വന്നൊക്കെ ആവും. സോ ഗൈസ് ഫൈനലി നമ്മൾ ബോട്ടിലൂടെ കയറിയിട്ട്. എന്താണ് സ്ഥലത്തിൻ്റെ ഒരു എലിഫന്റ് കേവ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ പോയറിയാ എത്ര നേരം നിൽക്കാൻ പറ്റുന്നൊക്കെ. 1 മണിക്കൂർ അങ്ങോട്ട് പറയുന്നത്, 1 മണിക്കൂർ അവിടെ കിട്ടും, 1 മണിക്കൂർ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. അപ്പോൾ അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. സോ ഇതാണ് നമ്മുടെ ബോട്ട്, കുറേ പേരുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കരയെന്ന് മാറി ഇനി വെള്ളത്തിലാണ് നമ്മുടെ കളികൾ. മെയിനായിട്ടും മല്ലുവാണ് പല സ്ഥലം സജസ്റ്റ് ചെയ്തത്. എലിഫന്റ് കേവ്, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എ ബിഗ് സീ. रॉकी बाइक का सी है।
ഫുൾ നമ്മളെന്താ ഇന്ത്യ പറയണേ? നമ്മളത് എന്ത് പറയണത്? റോക്കി ബായ്. മറ്റേ സ്വർണ്ണക്കടത്തടുത്ത് സി ആണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ അത് ഇതുണ്ടോ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിൽ എന്ത് മുംബൈ ഗേറ്റോ എന്തോ ഗേറ്റാ ഇതിലായിക്കോട്ടെ. സോ അബ്സറി സി. അപ്പൊ എന്താ പറയാ, ഇത് ആസ്വദിക്കാം. അത് തന്നെ ഇവിടെയാണ് പിന്നെ ഭീകരാക്രമണം കാര്യങ്ങളൊക്കെ നടന്നത്. ഓക്കെ, അപ്പൊ താജ് ഹോട്ടലാണ് നല്ലതെന്തിനും പറ. ഇവിടെ ആക്രമണം നടത്താൻ നമ്മളുണ്ടല്ലോ. ഈ വ്ളോഗ് തുടങ്ങി തൊട്ട് ദുരിതം പറയണ ഈ പതൂരി. എനിക്കറിയില്ല ഇത് എന്ന് നന്നാവണേ. വ്യൂ കാണിച്ചു കൊടുക്കാൻ നോക്ക്. വ്യൂ കാണിക്കാം. അച്ചീവ് പോയല്ലേ? അവരെ വ്യൂ അടിച്ചിട്ട് അച്ചീവ് പറയില്ലേ? അവരെ കാണിച്ചില്ലല്ലോ. അന്യായ വ്യൂ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ആൻ ഹെവൻ. അപ്പോൾ നമ്മൾ ഇതാ കാണുന്ന എലിഫന്റ് കേവിലേക്കാണ് പോണത്. അപ്പോൾ കാണണമല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലിപ്പിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് മുംബൈയിലെ എണ്ണ ഖനന കേന്ദ്രം. അവിടേക്ക് ഉണ്ടിട്ട് കുറേ ഉള്ളവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ. അപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ വന്നിട്ട് ഇവിടെയാണ് ഇറക്കുക. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് പിന്നെ പല സ്ഥലങ്ങൾക്കും, അതായത് മുംബൈയിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ എണ്ണ കൊണ്ടുവന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, പിന്നെ അച്ഛൻ വരണ്ട അവിടേക്ക് ഉണ്ട് കേട്ടോ. പൈസ അവസാനം നീണ്ട 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എലിഫന്റ് കേവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ തന്നെ നിർത്തും. പക്ഷെ ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മട്ടി തുടങ്ങി, ഇരുന്നിരുന്ന് മടുത്ത്. എന്തായാലും എലിഫന്റ് കേവിൽ എന്താ കാണാനുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാണാമെന്ന്. സർഫ് ബായ്, അഫ്സർ ബായ് എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. സോ നമ്മൾ അവസാനം നമ്മുടെ എലിഫന്റ് കേവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പടികൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഈ ബോട്ടിലാണ്ടോ. ഓക്കെ, അപ്പോൾ ഉള്ളി കയറട്ടെ ആദ്യം. അപ്പോൾ നമ്മളുടെ എലിഫന്റ് കേവിൽ കയറിയപ്പോൾ തന്നെ ഒരു നല്ല വ്യൂ കണ്ടത് ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ട്രെയിൻ സവാരി, ഓക്കെ, എലിഫന്റ് കേവിൽ വന്നിട്ട് ഒരു ട്രെയിൻ സവാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ്, 3 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇതാണ് വ്യൂ. സെറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ഡാം വ്യൂ ഒക്കെ ഇട്ടുണ്ട്. തിന്ന് നടക്കല്ലാണ്ട് വേറെ പണിയില്ലേ ചങ്ങായിക്ക്. ഫുൾ ടൈം തിന്ന് നടക്കുക. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ വന്നിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഓക്കെ, ഇനി ഇതിൽ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളൊരു കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ പോകും. സർഫ് പോയ അവസരമൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ ട്രെയിനാട്ടോ, പക്ഷെ നല്ല പണ്ടത്തെ മറ്റേ ലുക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രെയിനാണ്. അപ്പോൾ നല്ല വൈബായിരിക്കും. സൺസെറ്റ് എടുക്കാറായി. കറക്റ്റ് ടൈമിന് നമ്മൾ എത്തിയത്. കാരണം അത് 6 മണിക്ക് അടിക്കും. എന്നാൽ വരികയാണെങ്കിൽ മാക്സിമം 3 മണിക്ക് മുമ്പ് വന്നിട്ട് കയറാൻ നോക്കുക. കറക്റ്റ് നേരത്തെ എത്തും. ഒരു 4 നേരത്തെ ഇവിടേക്ക് എത്തും. പിന്നെ നേരെ ഒരു 6 മണിയാകുമ്പോൾ കഴിയും. 6 മണി ലാസ്റ്റിലത്തെ ബോട്ട് അങ്ങോട്ട്. അപ്പോൾ അതിന് മുമ്പ് വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അവിടെ എലിഫന്റ് കേവിലെ യാത്രയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇതൊരു ട്രെയിൻ സവാരിയാണ്. സംഭവം നല്ല വൈബാണ് കണ്ടോ. പ്രകൃതി രമണീയമായ ഒരു മുംബൈയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കടലിലെ ചേറും ഒടുക്കത്തെ വേസ്റ്റ് തമ്മിൽ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുള്ള് ചളിയാണ്ടോ ഗൈസ്. പക്ഷെ അവിടെയൊക്കെ നല്ല വ്യൂ ആണ്. നമ്മുടെ കാട് മേട് എല്ലാം ഉണ്ട്. പഴയ ഒരു ബോട്ട് ഇതാ കിടക്കണു. കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെയല്ലേ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോവാം. ഇതാണ് നമ്മുടെ റൂട്ട്. നമ്മൾ ഇതിനെ കറങ്ങി തിരിഞ്ഞ് പോവാണ്. സംഭവം നല്ല കുലുക്കൊക്കെ ഉണ്ട്, പണ്ടത്തെ അല്ലേ. ഇവിടെയൊക്കെ നിറച്ച് ചേറാ. ചില കടലിലെ മറ്റൊരു ഭാഗം ഉള്ള ചേറ് കയറി കിടക്കുകയാണ് ഇവിടെയൊക്കെ. ഇതാണ് നമ്മളുടെ എലിഫന്റ് കേവിലത്തെ ഒരു വഴിയോര കച്ചവട കേന്ദ്രം. ഇവിടെ കുറേ അധികം കടകളൊക്കെ ഉണ്ട്. എന്തായാലും റേറ്റ് കൂടുതലാവും. കരിമ്പ് ജ്യൂസ് 20 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. കരയിനെക്കാട്ടിയും കൂടുതലാവുമല്ലോ വെള്ളത്തിൻ്റെ അപ്പുറമുള്ള കര. അപ്പോൾ ഇതാണ് ഗുണയിൽ വരുന്നത്. വെൽക്കം ടു എലിഫന്റ് ഐസ്ലാൻഡ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കഴിക്കാനുള്ള ഐറ്റം മേടിച്ചിട്ടുണ്ട്.
സോ നമ്മുടെ പാവ് ബജി പോലത്തെ സംഭവമാണ്. വേണ്ട വേണ്ട, അപ്സർബായാണ് ഫുള്ള് ഫുഡിങ് കേട്ടോ. അപ്പോൾ ആള് നമ്മുടെ ഒഫീഷ്യൽ ഫുഡ് ബ്ലോഗറാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗന്ന ജ്യൂസ് കുടിക്കാൻ വന്നിട്ട്, അതായത് കരിമ്പ് ജ്യൂസ്. ഒരു ലാഭം കുഴപ്പമില്ല. 20 രൂപയുള്ളൂ. ചെറുതിന് 10, മറ്റേന് 20. സോ അവിടെ നമ്മുടെ അപ്സർബായി. അപ്പോൾ എലിഫൻറ്റ് കേവിലേക്ക് 5 രൂപയാണ് ഇവിടെ നിന്ന്. അവിടെ നിന്ന് ആദ്യം ഒരു 300 ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 80ൻ്റെ സവാരി, പിന്നെ ഇവിടെ 5 രൂപയുടെ ഒരു എൻട്രിയും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ എലിഫൻറ്റ് കേവിൻ്റെ എൻട്രൻസ്. ഇവിടെ എന്താ വെച്ചാൽ ഒരു പഴിഞ്ഞമല വൈബൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പക്ഷെ അപ്പോൾ അവരോടാണ് ലോക്കൽ ഗൈഡിനൊക്കെ വേണം ചോദിക്കും, വേണ്ടവരെടുക്കുക. നമ്മളിൻ്റെ വൈബ് അടിക്കാൻ വന്നിക്കുക. ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. അപ്പോൾ ഗൈഡ് വേണ്ടവരൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തണം കേട്ടോ നമ്മൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കയറുക, ചവിട്ടി കയറുക, മുകളിലെത്തിയിട്ട് കാണാം. ചില നല്ല രസമാട്ടോ അവിടെ, നല്ല ആംബിയൻസ് ആണ്. ഫുഡുണ്ട്, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ സോനിയർ പോലത്തെ ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മുംബൈയിൽ ആദ്യമായിട്ട് ഇവിടേക്ക് വരാം ഞാൻ. 2-3 വട്ടം മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഈ വട്ടം എന്തായാലും ഫുൾ എക്സ്പ്ലോർ വിചാരിച്ചു. ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിലും. ഇവിടെ റേഞ്ച് കുറവാണ്, ചില നേരത്ത് കിട്ടും, ചില നേരത്ത് കിട്ടില്ല. പിന്നെ ചില ഇടയിൽ ഗൂഗിൾ പേയിലോ ചിലയിടത്ത് ലിക്വിഡാണ്. അപ്പോൾ മാക്സിമം കയ്യിൽ പൈസ വയ്ക്കുക. ഡിജിറ്റൽ ഇന്ത്യയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം നിങ്ങൾ കയ്യിൽ പൈസ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് വരിക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്സർബായി ഇവിടെ ഇരുന്നു കേട്ടോ. സംഭവം കാണണമല്ല, അവിടെ നിന്നായിട്ട് കയറി വരണം, മുകളിലെത്തണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നടക്കാണ്ട് വേഗം പോവാ. പൈസ ഫൈനലി ഒരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഡെസ്റ്റിനേഷൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ട മിക്കവാറും. ഇപ്പോൾ നല്ല ഐറ്റുന്നാണ് വന്നത്, കണ്ടോ അവിടെ ഉണ്ടോ വ്യൂ. പിന്നെ നടന്നു പോട്ടെ, ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ബൈസ് ഫൈനലി നമുക്ക് ഇങ്ങോട്ട് എൻട്രി കിട്ടിയിട്ട് ഇത് എളുപ്പമല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ സ്കാൻ ചെയ്തിട്ട് ഇതെടുക്കണം. നമ്മൾ വന്നപ്പോൾ അവിടെ പേയ്മെൻറ്റ് സെക്ഷനിൽ ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എന്നിട്ട് ചെയ്തിട്ട് കയറുന്നുണ്ട്. സോ കാണിച്ചു തരാം എലിഫൻറ്റ് കേവ്. സോ ഇതാണ് നമ്മുടെ എലിഫൻറ്റ് കേവ്. ഓക്കെ, എന്നാലും ഉള്ളിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സംഭവം നല്ല ഇരുട്ടാട്ടോ. പിന്നെ ഉള്ളിൽ കയറിയോട്ടെ, ഇതാണ് സംഭവം. എൻ്റെ അറിയട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ. സോ ഇത് ഫുള്ള് നമ്മുടെ പാറയുടെ ഉള്ളിൽ തീർത്തൊരു വിസ്മയം എന്ന് പറയാം, ഒരു മഹാത്ഭുതങ്ങളിലൊന്ന്. അത് ഏതൊരു കാലഘട്ടത്തിൽ ചെയ്തതാണ്. അപ്പോൾ അത്രയും കീഴിലൊരു സംഭവമാണ് നമ്മളുടെ ഈ എലിഫൻറ്റ് കേവ്. അപ്പോൾ ഇതിവിടെ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശിവലിംഗം ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊരു ശിവലിംഗം ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഇവിടെ. ക്യാമറ അങ്ങനെ അലൗഡല്ല പോകുന്നുണ്ട് എനിക്ക്. ഇതിൻ്റെ ഉള്ളിലാണ് ശിവലിംഗം ഉള്ളത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളുടെ എലിഫൻറ്റ് കേവത്തെ ഒരു ഭാഗം കേട്ടോ. നല്ല പക്ഷേ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് നമ്മളുടെ ഒരു പാറയിൽ തീർത്തൊരു വിസ്മയം എന്ന് പറയാം, അത്ര അടിപൊളിയാണ്. ഓക്കെ, ടോപ്പ് വ്യൂ ആണ് ഫുള്ള്. ഇതോടെ നമ്മുടെ ഒരു രൂപമുണ്ട്. ഇത് കേവിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്. ഓക്കെ, പൈപ്പൊക്കെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും പ്രൊഹിബിറ്ററാണ്, കയറാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് കിണറാണ്. തിരിച്ച് കാണിച്ചു കൊടുക്കും. വർഷത്തിൽ എല്ലാ ദിവസവും അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പണ്ടത്തെ ആളുകൾ റെയിൻ വാട്ടർ സേവ് ചെയ്ത സ്ഥലം കാണിച്ചു പറഞ്ഞത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഫ്രഷ് വാട്ടറുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ വന്ന് വേസ്റ്റൊക്കെ തള്ളി ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലായിടത്തും പോയല്ലേ, എല്ലായിടത്തും പോയാലും ആൾക്കാർ നശിപ്പിക്കും. കിണറെന്താണ് ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കിണറല്ല, വെള്ളം സേവ് ചെയ്തൊക്കെ സ്ഥലം. വൈസ് ഇവിടെ നമ്മൾക്ക് ബുദ്ധയുടെ ഒരു രൂപം കണ്ടിട്ടോ വൈസ്. അപ്പോൾ ഇത് കല്ലിൽ തീർത്തൊരു വിസ്മയം എന്ന് പറയാം കേട്ടോ. ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് തീർത്തൊരു വിസ്മയമാണ് നമ്മളുടെ ഈ എലിഫൻറ്റ് കേവ്.
ഗൈസ് അപ്പോൾ നമ്മുടെ എലിഫൻറ്റ് കേവ് നൈസായിട്ട് ഇറങ്ങാണ്. അവിടെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അധികം ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഒരു കിടിലം ആംബിയൻസുള്ള സ്ഥലമാണ് കേട്ടോ. നാച്ചുറലി ബ്യൂട്ടിഫുള്ളായ മുംബൈയിലൊരു അടിപൊളി സ്ഥലം എന്ന് പറയാം. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വരിക. അപ്പോൾ ലിക്വിഡായിട്ട് ക്യാഷ് കരുതുക. കാരണം ഇവിടെ ഗൂഗിൾ പേ പേയ്മെൻറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ്. പിന്നെ നെറ്റ് എന്തായാലും മസ്റ്റാണ്, വേണം. കാരണം ഇതവിടെയാണ് അവരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ മൂഞ്ചും. അല്ലെങ്കിൽ പിന്നെ ലിക്വിഡ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂസ് കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കുറേ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കല്ലിൽ തീർത്തേക്കാണ്. അപ്പോൾ അത്രയും മനോഹരമായൊരു സ്ഥലമാണ് നമ്മളുടെ ഈ എലിഫൻറ്റ് കേവ്. അപ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. മുംബൈയിൽ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. ഒരു 1.5 മണിക്കൂർ കടലിൽ കൂടെ യാത്ര ചെയ്യണം, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങാം കേട്ടോ. ടോപ്പ് സ്ഥലമാണ്. മുംബൈയിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മളുടെ എലിഫൻറ്റ് കേവ്. ഒരു രക്ഷയില്ല. നമുക്ക് അവിടേക്ക് എത്തണം, അടിയിലേക്ക്. എന്തായാലും പോട്ടെ, താഴത്തെത്തിയിട്ട് കാണാം. ഞാൻ അടിയിലേക്ക് അങ്ങോട്ട് ഒരു ഇറക്കാം. അത് ഫുൾ അങ്ങനെ കാണിച്ച് നമുക്ക് ബോറടിക്കും. മോളിക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും താഴത്തേക്ക് പെട്ടെന്ന് എത്തി. അബ്സർവ് എത്തിയില്ല കേട്ടോ. അബ്സർവ് ചെയ്താൽ നടന്നു വരുന്നുണ്ട്. അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല, അടിപൊളി വൈബൊക്കെ തന്നെയാണ്. വെർത്ത് ഫോർ മണിയാണോ? വെർത്ത് ഫോർ മണി ആണ്. ഓക്കെ, വെർത്ത് ഫോർ മണിയാണ്. പിന്നെ കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുക്കാം, എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി. അബ്സർവ് ബൈ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രെയിൻ കയറി ബോട്ട് കയറി താഴ്ത്തിക്ക് വേണം. ഗൈസ്, അപ്പോൾ നമ്മൾ വരുമ്പോൾ ട്രെയിനിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ പോകണില്ല. അച്ഛൻ അത് വെറുത്തല്ല, അതുകൊണ്ട് തന്നെയാണ് പോകാത്തത്, വേറൊന്നുമല്ല. പോരാ, പിന്നെ നല്ല തിരക്കാണ് ട്രെയിൻ. പിന്നെ അച്ഛനെ നടക്കാനുള്ള ദൂരമുള്ളൂ. അത് നമ്മൾ വിചാരിച്ച് ഈ മലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ റൈഡ് ഉണ്ടെന്നാണ്. പക്ഷേ അവന്മാരെ നമ്മൾ പറ്റിത്രേ 80 റുപ്യ എടുത്തിട്ട് ആകെ ഇതുവരെ 200 മീറ്റർ റൈഡിനാണ്. അത് നമുക്ക് 50 റുപ്യ എടുത്ത് എറണാകുളത്ത് വരെ പോവാം. അപ്പോൾ എന്തായാലും ഇനി ബോട്ടിൽ കയറി തിരിച്ചു പോട്ടെ ഗൈസ്. നമുക്കിനി കുറച്ച് ട്രെയിനിൻ്റെ വ്യൂ കാണാം. ഓക്കെ, ഇതാണ് ട്രെയിൻ. അപ്പോൾ ഇതാകെ 200 മീറ്ററിൻ്റെ റൈഡാണ്. അപ്പോൾ അത് നോട്ട് വെർത്ത് ഫോർ മണി. ആദ്യം കയറി അതിൽ ഹാപ്പി, അത്രയേ ഉള്ളൂ. എല്ലാം എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അപ്പോൾ നല്ലൊരു സൺസെറ്റ്. കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു, അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അങ്ങച്ചത്ത് മുംബൈയുടെ ഒരു ഭാഗത്ത് കടൽ, മറുഭാഗത്ത് ഞാൻ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മുകളിലായിട്ട് കയറിയിരുന്നത്. നല്ല രസമുണ്ട്, പൊളി സാധനം. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് ദൂരത്തടിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. നല്ല വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് വൈബായിട്ടോ, ഇതൊരു രക്ഷയില്ല. ഇത് പൊളി, ഇതിപ്പോൾ ഡേ എല്ലാവരും ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി സ്ഥലമൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ എക്സ്പ്ലോറിങ്. വാവ്, ടു ഗുഡ്. ഇതപ്പം പ്രതീക്ഷ പോലെ ബോട്ടൊന്നും മുങ്ങിയില്ല, തിരിച്ച് എന്നോട് എത്തിയൊക്കെയാണ്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. തിരിച്ചപ്പോൾ ഇന്ത്യ ഗേറ്റ് ഇതാ. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്. അബ്സർവ് ബൈ സർഫുക്ക്. ഇനി അടുത്ത പ്ലാനിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുക. ഇനി അടുത്തത് ഇങ്ങോട്ട് പോകണമെന്നൊരു ധാരണയില്ല. കിട്ടിയോ? ഇതാണ് നമ്മുടെ താജ് ഹോട്ടലിൽ രാത്രിയത്തെ വ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല താജ് ഹോട്ടൽ. അപ്പോൾ രാത്രി ഇവിടെ നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ ഇന്നവിടെ മറ്റേ ഛത്രപതി ശിവജിയുടെ ഒക്കെ ഫോട്ടോ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഇതാ അതിന് തോന്നുന്നുണ്ട്. താജ് ഹോട്ടൽ ഇവിടെ ഉണ്ട്, സർഫ് ബോയ് ടീമുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞായറാഴ്ചയാണ്, അപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, നമുക്ക് അറിയാലോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കണ്ടിക്കട്ടെ. ഇത് വയസ്സ് അതെ, ഛത്രപതി ശിവാജിയുടെ തന്നെ എന്തൊരു ഷോയാണ് നടന്നുകൊണ്ടിരിക്കണത്. നാടകം പോലത്തെ ഒരു പരിപാടി, ലൈറ്റ് ഷോ. ഓക്കെ, അവിടെ നല്ല ഈസർ അടിച്ചിട്ട് കേട്ടോ. അത് ആ കാണുന്നില്ലേ?
അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ ഗൈസ്. ഫുഡ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ മൂഞ്ചി തെറ്റിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട്. മുഹമ്മദ് അലി റോഡിലാണ് നമ്മുടെ ഡിന്നർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡിന്നറിൽ എല്ലാം കൂടി ഒരുമിച്ചാണ്. ഓക്കെ, പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കണം. അതിന് ചെറിയൊരു കോഫി കുടിക്കട്ടെ എന്തായാലും. മറൈൻ ഡ്രൈവ് കുഴപ്പമില്ല കേട്ടോ, നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മെല്ലെ നോക്കട്ടെ. വക്കു എന്തായാലും പോരും. ഇനി വക്കുവിനോടെയും പൊക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഓൻ ഫ്ലൈറ്റ് ഇറങ്ങി പൊക്കലൊന്നുമില്ല, നമ്മൾ മേടിച്ചു കൊടുക്കാം. അത് നടക്കുള്ളൂ. കാരണം വക്കു ഉച്ചയ്ക്ക് നല്ല തട്ടിട്ടിട്ട് എടുക്കിട്ട് വരരുത്. ഇന്നലെ രാത്രി വന്നപ്പോ ഇന്നലത്തെ വ്ളോഗല്ലേ കിട്ടുന്നത്, അത് കണ്ട ഫുഡ് അതിന് ശേഷം കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഇനി കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഫുഡ് കഴിക്കണോടത്ത് കാണാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഓർഡറൊക്കെ ചെയ്ത് അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ടുഡേ വി ഹാവ് അനദർ ഗായ്, വക്കുട്ടി ഈസ് ഹിയർ. അപ്പോൾ ഇനി നാളെ മുതൽ നമ്മളെല്ലാവരും കൂടിയിട്ട് വീണ്ടും കറങ്ങാൻ പോകണമായിരിക്കും. ഇന്നത്തെ വ്ളോഗ് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ റൂം വീണ്ടും മാറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പുതിയ റൂം. ഇതാണ് പുതിയ റൂം. ഇതിൻ്റെ ടോയ്ലറ്റ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ. ഇത് പിന്നെ നമ്മളിത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വ്യൂ വന്നായിരുന്നു. സിറ്റി വ്യൂ പറഞ്ഞിട്ടാണ് വന്നേരത്. ഓ അണ്ടി ഇതിലൊത് കണ്ടില്ല. ഉണ്ടോ? അത് രാവിലെ കാണിച്ചിട്ടാണ്. ഓക്കെ, സിറ്റി വ്യൂ വന്നിട്ട് അവന്മാര് മൂജിച്ചു വിട്ടു. അപ്പൊ എന്തായാലും നാളെ കാണാം.